CSR നിയമം മാറുന്നു. ആർക്കാണ് പേടി? CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനികൾ തങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതം സമൂഹത്തിന്റെ നന്മയ്ക്കായി ചെലവാക്കണമെന്ന നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. എന്നാൽ ഈ നിയമത്തിൽ വന്ന പുതിയ ഭേദഗതികൾ ഇപ്പോൾ ചില വമ്പൻ സ്രാവുകളെ വിറപ്പിക്കുകയാണ്. എന്താണ് ഈ മാറ്റമെന്നും ആരാണ് ഈ പുതിയ നിയമത്തെ ഭയപ്പെടുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. മുൻപ് CSR തുക ചെലവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഒരു വിശദീകരണം നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ ഇനി ആ പണി നടക്കില്ല. ലാഭത്തിന്റെ 2% കൃത്യമായി ചെലവാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ആ തുക സർക്കാരിന്റെ പ്രത്യേക ഫണ്ടുകളിലേക്ക് നിശ്ചിത സമയത്തിനകം മാറ്റേണ്ടിവരും. അതായത് പണം കൈവശം വെച്ച് ലാഭം കൊയ്യാമെന്ന് കരുതിയവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ്. പ്രധാനമായും 3 വിഭാഗങ്ങളാണ് ഇപ്പോൾ ആശങ്കയിലുള്ളത്. 1. CSR ഫണ്ട് പേപ്പറിൽ മാത്രം കാണിച്ച് സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവാക്കുന്നവർ. 2. കൃത്യമായ റിപ്പോർട്ടിംഗ് ഇല്ലാത്തവർ. ഇനി മുതൽ പണം ചെലവാക്കി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാക്കി എന്ന ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് കൂടി സമർപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിക്ഷാ നടപടികളാണ്. പുതിയ നിയമം അനുസരിച്ച് നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് മാത്രമല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വ്യക്തിപരമായി കനത്ത പിഴ ഒടുക്കേണ്ടി വരും. സിവിൽ കുറ്റങ്ങൾക്കൊപ്പം കടുത്ത നടപടികൾ കൂടി വന്നതോടെ മാനേജ്മെന്റ് തലത്തിൽ വലിയ ഭീതിയാണിപ്പോൾ. ചുരുക്കത്തിൽ നിയമം പാലിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇതൊരു വെല്ലുവിളിയല്ല. എന്നാൽ CSRനെ ഒരു ബാധയായി കണ്ട് ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് ഇനി കാലം അത്ര നല്ലതല്ല. നിന്ന് സമൂഹത്തിലേക്ക് സുസ്ഥിരമായ നാളേക്കായി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ.